ഞെട്ടിപ്പിക്കുന്ന പ്രവചനങ്ങൾ നടത്തി ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ പ്രതിഭാസം തന്നെയാണ് ഈ ബാബ വാങ്ക എന്ന് പറയുന്ന സ്ത്രീ. അവർ 1996 മരണപ്പെടുന്നത്. 85 വയസ്സായിരുന്നു മരിക്കുമ്പോൾ. അവർ കുറേ കാലങ്ങൾക്ക് മുമ്പ് നടത്തിയ പല പ്രവചനങ്ങളും ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നു. അതൊക്കെ യാഥാർത്ഥ്യത്തിൽ വരികയും ചെയ്യുന്നു. ഉദാഹരണത്തിന് കൊറോണ പിടിപെടുമെന്ന് അവർ പ്രവചിച്ചിട്ടുണ്ടായി. അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിയുടെ മരണം, ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങിയ വലിയ വലിയ സംഭവങ്ങളൊക്കെ അവർ പ്രവചിച്ചിട്ടുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. 2026 കുറിച്ച് അവരെന്താണ് പറയുന്നത്? ഒരു മൂന്നാം ലോക മഹായുദ്ധം ഒക്കെ സംഭവിക്കുന്നൊക്കെയുള്ള പ്രവചനങ്ങൾ നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്താണ് യഥാർത്ഥത്തിലുള്ള വസ്തുത? ഗൗതമ, ഇവരുടെ പ്രവചനങ്ങൾ എന്ന പേരിൽ ഇപ്പോൾ വന്ന വാർത്തകൾ നോക്കുകയാണെങ്കിൽ 2026 എന്ന് പറയുന്നത് വളരെ സംഭവ ബഹുലമാകും എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏറ്റവും ഗൗരവതരമായിട്ട് പറയുന്നത് ഒരു വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടും. അതൊരു പക്ഷേ മൂന്നാം ലോക മഹായുദ്ധമായിട്ട് പരിണമിച്ചേക്കാം. അപ്പൊ അതിന്റെ ചില സൂചനകളൊക്കെ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ആദ്യം പോയി ഇസ്രയേല് ഇറാനിൽ പോയി ആക്രമിച്ചു. അതിനുശേഷം ഒരു അറബ് നാറ്റോ എന്നൊക്കെ പറയുന്ന രീതിയിൽ അറബ് രാജ്യങ്ങളുടെ കൂട്ടായ്മയൊക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥ വന്നു. അപ്പൊ ഇതൊക്കെ വന്നപ്പോ എല്ലാവരും പറഞ്ഞു, ബാബ വാങ്കയുടെ പ്രവചനം സത്യമാകാൻ പോകുന്നു, മറ്റൊരു മൂന്നാം ലോക മഹായുധം പൊട്ടിപ്പുറപ്പെടാൻ പോകുന്നു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് സംഘർഷമുണ്ടായി. പാകിസ്ഥാൻ പിന്നീട് സൗദിയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നു. അവിടെയും ഒരു സഖ്യം ഉണ്ടാകുന്നു. അപ്പോൾ ഇന്ത്യ പിന്നീട് അമേരിക്കയുമായിട്ട് പിണങ്ങുന്നു. പിന്നെ റഷ്യയും ചൈനയുമായിട്ട് ഇന്ത്യ സഖ്യത്തിലാകുന്നു. അപ്പൊ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ 2026 പുതിയ ചില ലോകക്രമങ്ങൾ ഉണ്ടാകുന്നു. അതായത് നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധ സമയത്തും രണ്ടാം ലോക മഹായുദ്ധ സമയത്തും ലോകരാജ്യങ്ങൾ പല ചേരികളിലായി നിന്ന് യുദ്ധം ചെയ്ത ഒരു ചരിത്രമാണുള്ളത്. സമാനമായി പല ചേരികളും രൂപപ്പെടുന്നു. അപ്പോ അതിൽ ചിലതൊക്കെ യുദ്ധത്തിൽ കലാശിക്കുകയും ചെയ്തു, ചിലതൊക്കെ ഇപ്പോഴും യുദ്ധമായിട്ട് തന്നെ തുടരുന്നു, ചിലതൊക്കെ ഇപ്പോൾ കോംപ്രമൈസ് ആയിട്ടുമുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനും അഫ്ഗാനുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരണം വരുന്നു, ഇത് നേരത്തെ തന്നെ ബാബ വാങ്ക പ്രവചിച്ചതാണ്, അത് 2026 ഒരു മൂന്നാം ലോക മഹായുധം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ് പറയുന്നത്. അത് പക്ഷെ ഇവരുടെ പ്രവചനത്തില് ഏത് രാജ്യങ്ങളായിരിക്കാം ആ യുദ്ധത്തിൽ പങ്കെടുക്കുക എന്നോ ഏത് സമയത്താ, അതായത് 2026 ഏത് മാസം ഏത് സമയം, ഈ കാര്യങ്ങളൊന്നും പ്രവചനത്തിൽ ഇല്ല. പിന്നെ അടുത്ത പ്രവചനം 2026 കുറിച്ച് പറയുന്നത് ഈ വലിയ ഒരു പ്രകൃതി ദുരന്തം സംഭവിക്കും. അത് ഭൂമിയുടെ 8% വരുന്ന പ്രദേശത്തെ ബാധിക്കുന്ന തരത്തിലുള്ള മഹാദുരന്തമായിരിക്കും ഉണ്ടാവുക. മുമ്പ് നമ്മുടെ സുനാമി ഉണ്ടായപ്പോഴും അന്നും ഈ ബാബ വാങ്കയുടെ പ്രവചനം പൊങ്ങി വന്നിരുന്നു. ഇത്തരത്തിലുള്ള മഹാദുരന്തങ്ങൾ നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടതാണ്. ഭീകരാക്രമണം, അതെ, സെപ്റ്റംബർ 11 ഭീകരാക്രമണം മാത്രമല്ല, ലോക സാമ്പത്തിക മാന്ദ്യം, കൊറോണ പകർച്ചവ്യാധി, പ്രിൻസ് ഡയാന രാജകുമാരിയുടെ മരണം, ഇന്ദിരാഗാന്ധിയുടെ വധം, ഇതെല്ലാം ബാബ വാങ്കെ മുൻകൂട്ടി പ്രവചിച്ചതാണ് എന്നാണ് പലരും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ 2026 സംഭവത്തെ കുറിച്ച് 8% ബാധിക്കുന്ന തരത്തിൽ, ഭൂമിയുടെ 8% ബാധിക്കുന്ന തരത്തിലുള്ള പ്രകൃതി ദുരന്തം, അതൊന്നെങ്കിൽ വലിയ ഭൂകമ്പമാകാം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, വലിയ കാലാവസ്ഥാ വ്യതിയാനം, ഭൂമിയുടെ 8% വരെ ബാധിക്കുന്ന തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അന്റാർട്ടിക്കയിലോ മറ്റോ ഐസ് ഉരുകുന്നത് പോലെയുള്ള പ്രശ്നങ്ങളായിരിക്കും അവർ പ്രവചിച്ചത്. ആയിക്കോട്ടെ. അടുത്തത് AI സാങ്കേതിക വിദ്യ, അത് മനുഷ്യന്റെ ബുദ്ധിയേക്കാൾ മേൽക്കൈ നേടുന്ന ഒരവസ്ഥ 2026 ഉണ്ടാകും. മനുഷ്യന്റെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെ AI സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി മറികടക്കും എന്നാണ്. അത് ആ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ വ്യവസായത്തെയും നമ്മുടെ ജീവിതത്തെയൊക്കെ റീഷേപ്പ് ചെയ്യും എന്നുള്ളതാണ് അവർ പ്രവചിച്ചിരിക്കുന്നത്. പിന്നെ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ്, അന്യഗ്രഹ ജീവികളുമായിട്ടുള്ള ആദ്യ സമ്പർക്കം 2026 ഉണ്ടാകും എന്നാണ് പ്രവചനം. അപ്പൊ അതിന്റെ സൂചനയായിട്ട് ഈ 3A അറ്റ്ലസ് എന്ന് പറയുന്ന വാൽ നക്ഷത്രം, അത് നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നുപോയപ്പോ അപ്പോഴും പ്രചരണം വന്നു. ബാബ വാങ്ക പ്രവചിച്ചതാണ്, അതിന്റെ
പടിയായിട്ട് നമ്മുടെ അന്യഗ്രഹ ജീവികൾ കയറിയ പേടകമാണ് ഈ കടന്നു പോകുന്നത്. അത് ഭൂമിയുടെ പരിസരത്തു കൂടി വരും. അവർ ഭൂമിയുമായിട്ട് ആശയവിനിമയം നടത്തും എന്നുള്ള പ്രചരണം വരുന്നു. ഏതായാലും അതിന്റെ കുറച്ചുകൂടി കാത്തിരിക്കാനുണ്ട്. കാരണം വരുന്ന ഡിസംബർ 17 അതിനുശേഷം അടുത്ത മാർച്ച് സമയത്തൊക്കെയാണ് 3A അറ്റ്ലസിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ നമുക്ക് കിട്ടുക. പിന്നെ 2026 ഏലിയൻസുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോ ഈ അന്യഗ്രഹ ജീവികളെ കുറിച്ച് അടുത്തറിയും. പിന്നെ ഈ പറയുന്ന ഏലിയൻസ് അന്യഗ്രഹ ജീവികളുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കും, അതായത് അവരുമായിട്ടുള്ള ആശയവിനിമയം സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ മറ്റൊരു സംഗതി പറയുന്നു, ഒരു പുതിയ നേതാവ്, അതും റഷ്യയിൽ നിന്ന് ഉയർന്നു വരും, പുതിയൊരു ലോകനെ പോലെ ഒക്കെയുള്ള ഒരു നേതാവ്. അത് വ്ളാഡിമിർ പുടിനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം ഇപ്പോ നമ്മുടെ ഉക്രൈനെതിരെ നടത്തുന്ന യുദ്ധങ്ങൾ കൂടാതെ അദ്ദേഹത്തിന് ഒരു രഹസ്യമായ ഒരു അജണ്ടയുണ്ട്. പഴയ സോവിയറ്റ് യൂണിയൻ അതേപടി പുനഃസ്ഥാപിക്കപ്പെടണം, പണ്ട് ചിന്നിച്ചിതറിപ്പോയ രാജ്യങ്ങളെല്ലാം പിടിച്ചടക്കി റഷ്യക്ക് കീഴിൽ കൊണ്ടുവരണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന്റെ മുന്നിലുണ്ട്. അപ്പൊ അദ്ദേഹം വലിയൊരു ലോക നേതാവായി മാറും എന്നുള്ളത് പറയുന്നു. പിന്നെ ആ ലോക നേതാവിനെ നമ്മൾ പിന്നീട് മാസ്റ്റർ എന്നോ ഗ്ലോബൽ ലീഡർ എന്നോ വിളിക്കാമെന്നാണ് പ്രവചനം. പിന്നെ ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, കറൻസികളൊക്കെ പരാജയപ്പെടും, ഡിജിറ്റൽ കറൻസിയുടെ കാലമാകും, പണപ്പെരുപ്പം കൂടും, ബാങ്കിങ് മേഖല അസ്ഥിരപ്പെടും. ഇതൊക്കെ വലിയ ആശങ്കകൾ 2026 സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. സ്വർണ്ണ വിലയിൽ വലിയ വ്യതിയാനം ഉണ്ടാകും. ചിലപ്പോ സ്വർണത്തിന്റെ വില തീരെ ഇല്ലാതാകുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് പറയുന്നു. പിന്നെ കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രശ്നമുണ്ട്, വലിയ വെള്ളപ്പൊക്കം, വരൾച്ച, പരിസ്ഥിതി ഘടന മാറൽ, അങ്ങനെ പല കാര്യങ്ങളും പറയുന്നു. അതോടൊപ്പം തന്നെ ഏഷ്യ ഒരു വലിയ സൂപ്പർ പവർ ആയിട്ട് മാറും, ശാസ്ത്രിക ചേരി ഏഷ്യയിലേക്ക് വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഏഷ്യ ഒരു ഗ്ലോബൽ പവർ, ഒരു ഗ്ലോബൽ സൂപ്പർ പവർ ആയിട്ട് മാറും. ഏഷ്യയിൽ പ്രത്യേകിച്ച് ചൈനയൊക്കെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് തോന്നുന്നു. ഇനി ഈ ബാബ വാങ്കെ അവർ ആരാണ് എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അവരുടെ യഥാർത്ഥ പേര് ബാംഗലിയ പദേവ ഗുസ്തറോവ എന്നുള്ളതാണ്. അവര് ബൾഗേറിയയിലുള്ള ഒരു സ്ത്രീയാണ്. 1911 ജനിച്ചു. അവിടെ ക്രസ്മിക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, പഴയ മാസിഡോണിയ, നിലവിലെ മാസിഡോണിയയുടെ ഭാഗമായിട്ടുള്ള സ്ഥലത്ത്, അവിടെയാണ് ഇപ്പോ അവർ ജനിച്ചത്. 12ാമത്തെ വയസ്സിൽ അവർക്ക് ഒരു ചുഴലിക്കാറ്റിൽപ്പെട്ട് അവരുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അപ്പൊ അന്ന് മുതൽ ഇവർക്ക് അതിന്റെ ഫലമായിട്ട് അതീന്ദ്രിയ ശക്തികൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് വിശ്വാസം, അതിമാനുഷിക ശക്തികൾ. അങ്ങനെ ഇവർ പല പ്രവചനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. 1970-80 കാലയളവിൽ, അപ്പൊ ഇവരുടെ ഇത്തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ വിശ്വസിച്ച് 1970-80 കാലയളവിലുള്ള പല ലോക നേതാക്കളും രാഷ്ട്രീയ പ്രമുഖരും ഇവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് വലിയ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്കും വലിയ പദവികളും ഒക്കെ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രചാരണം. ഈ പറയുന്നത് പോലെ 1996 ഇവര് 85 വയസ്സിൽ മരിക്കുകയും ചെയ്തു. പക്ഷെ ഇവരുടെ ഈ പ്രവചനങ്ങൾക്ക്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ കൊറോണ വ്യാപനം, ഡയാന രാജകുമാരിയുടെ മരണം, ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം, ആഗോള സാമ്പത്തിക മാന്ദ്യം, സെപ്റ്റംബർ 11 ഭീകരാക്രമണം, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവർ അന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒരു തെളിവും ഇല്ല. ഇവിടെ ഒരു സംശയം ഉയരുന്നത്, ഇത് ആരോടാണ് ഇവരിത് പറഞ്ഞിട്ടുള്ളത്? ഇത് എങ്ങനെയാണ് ഇപ്പം ഈ അന്ന് പറഞ്ഞ കാര്യം ഇപ്പം പ്രചരിക്കപ്പെടുന്നത്? ഇത് ഏതെങ്കിലും പുസ്തകത്തിലകറ്റം ഇവർ എഴുതിയിട്ടിട്ടുണ്ടോ? അതായത് ഈ ബാബ വാങ്കയ്ക്ക് വലിയൊരു ശിഷ്യഗണമുണ്ട്. ഇപ്പോ ഈ നമ്മുടെ നാട്ടില് എന്തെങ്കിലും പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ചില മത പുരോഹിതന്മാർ ഇതൊക്കെ ഞങ്ങളുടെ പുസ്തകത്തിൽ പണ്ടേ എഴുതപ്പെട്ടതാണ്, അതാ ഇതിന്റെ വാക്യങ്ങൾ ഇതാ എന്ന് അവകാശവാദവുമായി പലരും രംഗത്ത് വരാറുണ്ട്. ഏതാണ്ട് അതേ തിയറി തന്നെയാണ് ഈ ബാബ വാങ്കയുടെ കാര്യത്തിലും ഉള്ളത്. അവർ ചില പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, 10-ൽ 1 ചിലപ്പോൾ നടന്നിട്ടുണ്ടാകും. പക്ഷെ ചീറ്റിപ്പോയ 9 കുറിച്ച് ആരും പറയാറില്ല. ഫലിച്ച 1 മാത്രമേ നമ്മുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വരാറുള്ളൂ. അതാണ് വാസ്തവം. അപ്പൊ ഇവിടെ ബാബ വാങ്കയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവം. അവർ പ്രവചിച്ച കാര്യങ്ങൾ ഒന്നിനും തന്നെ രേഖകളില്ല, എഴുതപ്പെട്ട പുസ്തകങ്ങളോ വീഡിയോ റെക്കോർഡോ മറ്റൊരു റെക്കോർഡും ഇല്ല. അപ്പോ അവരുടെ ശിഷ്യഗണങ്ങൾ എന്തൊക്കെ ഉണ്ടായാലും അത് മുമ്പ് ഞങ്ങളുടെ ബാബ വാങ്കെ പറഞ്ഞതാണെന്ന തരത്തിൽ പാടി പ്രചരിപ്പിക്കുന്നതാണ് ഒരു പരിധിവരെ. അപ്പൊ ഇനിയും ഈ ഏറ്റവും രസകരമായ സംഗതി ചിലപ്പോ സംഭവിച്ചാൽ നമുക്ക് ഞെട്ടുന്നൊരു സംഗതി, ഈ ബാബ വാങ്കെ 5079 വരെയുള്ള പ്രവചനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ബാബ വാങ്കയെ പിന്തുടരുന്നവർ വാദിക്കുന്നത് 5079 വരെയുള്ള പ്രവചനങ്ങൾ നടത്തി എന്നതിന്റെ അർത്ഥം
5079 ലോകം അവസാനിക്കുമെന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതെങ്ങാനും ആണോ ഇതൊക്കെ സംഭവിക്കുമോ നമുക്ക് അറിയാൻ പറ്റില്ല. ഏതായാലും ബാബ വാങ്കെ നടത്തിയ പ്രവചനങ്ങളിൽ ചിലതൊക്കെ ഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അത് അവർ നടത്തിയ അവകാശവാദങ്ങളും നടന്ന സംഭവങ്ങളുമൊക്കെ നമുക്ക് ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ ചിലതൊക്കെ ആ രീതിയിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാനാവില്ല. പക്ഷെ എല്ലാം അവർ പ്രവചിച്ചതാണോ, ഈ നടന്ന സംഭവ വികാസങ്ങളെല്ലാം അവരുടെ പ്രവചന പ്രകാരം നടന്നതാണോ എന്നുള്ളത് ആധികാരികമായി തെളിയിക്കാൻ രേഖകളോ മറ്റോ ഇല്ല. എല്ലാ അവകാശവാദങ്ങൾ മാത്രമാണ് അവരുടെ ശിഷ്യഗണങ്ങൾ അടക്കമുള്ളവ പ്രചരിപ്പിക്കുക. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് പലരും ഈ വാദങ്ങൾ, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ബാബ വാങ്കിയുടെ പ്രവചനം ഫലിച്ചു എന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നു എന്നുള്ളൊരു സംഗതിയും കൂടിയുണ്ട്. ഏതായാലും 2026 കുറിച്ച് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവ വികാസങ്ങളെല്ലാം, മൂന്നാം ലോകം എല്ലാം തന്നെ ബാബ വാങ്കെ പ്രവചിച്ചതാണോ അതോ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ശിഷ്യഗണങ്ങൾ പ്രചരിപ്പിക്കുന്നതാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായ ബോധ്യമില്ല. ഏതായാലും കാത്തിരുന്ന് കാണാം, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. 1911 ജനിച്ച 12-ാം വയസ്സിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ട മെസിഡോണിയയിൽ ജനിച്ച ബാബ വാങ്ഡെ അവരുടെ പല പ്രവചനങ്ങളും ശരിയായി ഭവിക്കുന്നു, ലോകത്തെ ഞെട്ടിക്കുന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും ഇതിൽ യാതൊരു തരത്തിലുള്ള തെളിവുമില്ല. ഇത് എവിടെയാണ് ഇവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യമൊന്നും നമുക്കറിയില്ല. എങ്കിലും അവരുടെ ശിഷ്യഗണങ്ങളാണ് അവരുടെ ഇത്തരത്തിലുള്ള അതീന്ദ്ര ജ്ഞാനങ്ങളെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പറയുന്നത്. 2026 ഒരു വലിയ എന്താണ് ഒരു പോരാട്ടം ലോകരാജ്യങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നതാണ് അവർ ഒടുവിൽ പ്രവചിച്ചിരിക്കുന്നത്. അതെന്തായാലും യാഥാർത്ഥ്യത്തിലാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.